ഹമാസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. സമാധാന കരാർ വേഗത്തിൽ അംഗീകരിക്കണമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ട്രംപ്. അതേസമയം ഗാസ സമാധാന കരാറിനുള്ള ചർച്ച നാളെ ഈജിപ്തിൽ നടക്കും. കുട്ടികളുടെ ആധാർ വിവരങ്ങൾ പുതുക്കൽ ഇനി സൗജന്യം. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ഫീസ് ഇളവ്. ഒക്ടോബർ 1 മുതൽ 1 വർഷത്തേക്കാണ് നിരക്കുകൾ ഒഴിവാക്കിയത്. കൊച്ചി മെട്രോ 2ാം ഘട്ട ജോലികളുടെ ഭാഗമായി കൊച്ചിയിൽ 2 മാസത്തേക്ക് വ്യാപകമായി വൈദ്യുതി തടസ്സപ്പെടും. കടവന്ത്ര, വില്ലിംഗ്ടൺ ഐലൻഡ്, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ചെല്ലാനം, അരൂർ തുടങ്ങിയ സബ്സ്റ്റേഷനുകൾക്ക് കീഴിലാണ് തിങ്കളാഴ്ച മുതൽ ഡിസംബർ 28 വരെ വൈദ്യുതി തടസ്സം നേരിടുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ബുധനാഴ്ച ഇന്ത്യയിലെത്തും. സ്റ്റാമറിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ എന്നിവയിലെ സഹകരണമാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ശക്തി ചുഴലിക്കാറ്റ് തീരങ്ങളിലേക്ക് നീങ്ങുന്നു. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരാനും ഇടയുണ്ട്.